ഫസ്റ്റ് പറഞ്ഞതുപോലെ 11 വർഷക്കാലം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലായിരുന്നു. അവിടുന്നാണ് കർത്താവ് പിന്നെ രക്ഷയിലേക്ക് അവിടുന്ന് ഇറങ്ങുവാൻ സഹായിച്ചു. ഇപ്പോൾ അധികം നമ്മുടെ മുമ്പിൽ സമയമില്ല, അതുകൊണ്ട് എനിക്ക് ദൈവം ഏൽപ്പിച്ച ഒരു ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം ദയവായി വായിച്ച് സഹായിക്കണേ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാമത് വാക്യം. സ്തോത്രം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ഇവിടേക്ക് വന്നു. 1972 ജൂലൈ 26-ാം തീയതി ജെയിംസ് ഇർവിൻ എന്ന് പറയുന്ന മനുഷ്യൻ ചന്ദ്രനിലിറങ്ങി. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തി. ചന്ദ്രനിലിറങ്ങി ചന്ദ്രത്തിന്റെ പ്രതലത്തിലൂടെ ഇദ്ദേഹം നടക്കുന്ന ദൃശ്യങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ വന്നു. ഇദ്ദേഹം നാട്ടിലെത്തിയതിനു ശേഷം സ്വീകരണങ്ങളും മറ്റും നടക്കുന്നതിനിടയിൽ ഒരു പത്രപ്രവർത്തകൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ചന്ദ്രനിൽ കാലുകുത്തി നടക്കുന്നത്, അവിടെ നടക്കുന്നത് അത്ഭുതം തന്നെയല്ലേ? താങ്കൾക്ക് സാധിച്ചത് അത്ഭുതം തന്നെയല്ലേ എന്ന്. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, ചന്ദ്രനിൽ ഞാൻ നടന്നതല്ല അത്ഭുതം, ദൈവം ഈ ഭൂമിയിൽ നടന്നതാണ് അത്ഭുതം, ഈ മണ്ണിൽ ചവിട്ടി നടന്നതാണ് അത്ഭുതം. എന്തിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്? ഈ താണലോകത്തേക്ക് എന്തിനിറങ്ങി വന്നു? നമുക്കറിയാം, ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവരെ തേടി പിതാവായ ദൈവം പതിവ് പോലെ വന്നു. ഇവര് പാപം ചെയ്തു, ഇനി ഇവരെ കളയാമെന്ന് ദൈവം വിചാരിച്ചില്ല. പിതാവ് ഇറങ്ങി വന്നു. അന്നും എന്നും വരുന്നത് പോലെ പിതാവ് ഇറങ്ങി വന്നു. പിതാവ് ഇറങ്ങി വന്നപ്പോൾ ഇവരെവിടെയായിരുന്നു? എവിടെയായിരുന്നു? ഒരു മരത്തിന്റെ മറവിലായിരുന്നു, അല്ലേ? യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, നമ്മെ തേടി വന്നപ്പോൾ മനുഷ്യൻ എവിടെയായിരുന്നു? മരത്തിന്റെ മറവിലല്ലായിരുന്നു, അവൻ മതത്തിന്റെ മറവിലായിരുന്നു. മതത്തിന്റെ മറവിൽ അവൻ ഒളിച്ചു. മതത്തിൽ നിന്ന് രക്ഷ നേടാമെന്ന് അവൻ കരുതി. ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വെളിച്ചം ഏതാ? സൂര്യനിൽ നിന്നുള്ള വെളിച്ചമാണ്, അല്ലെ? സൂര്യനിൽ നിന്ന് വെളിച്ചമാണ്. പക്ഷെ സൃഷ്ടിയുടെ ആദ്യ സമയത്ത് പറഞ്ഞ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. പക്ഷെ 3-ാം ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ ഒക്കെയും സൃഷ്ടിക്കുന്നത്. അപ്പോൾ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ വെളിച്ചം ഏതാ? ആ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദൈവം വചനമായിരുന്നു, ആ വെളിച്ചമായി. അപ്പൊ ഈ ക്രിസ്തുവാണ് വെളിച്ചം. അപ്പൊ മതത്തിന്റെ മറവിലിരുന്ന മനുഷ്യൻ മതത്തിലൂടെ രക്ഷ നേടാം, അതിലൂടെ മോക്ഷപ്രാപ്തി നേടാം എന്ന് ചിന്തിച്ചു. മതം നൽകിയ പല രക്ഷാമാർഗങ്ങളും പരീക്ഷിച്ചു നോക്കി. അപ്പൊ ഈ സൂര്യനിൽ കിട്ടുന്ന വെളിച്ചത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. സൂര്യനിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം അത് നമുക്ക് സൗജന്യമാണ്, അല്ലേ? അതിന് പണം കൊടുക്കണോ? അല്ല, പണം കൊടുക്കേണ്ടി വന്നാൽ എത്ര പേർക്ക് അത് വാങ്ങാനും അനുഭവിക്കാനും പറ്റത്തില്ല. എന്നാൽ ലോകത്തിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ചെറിയ വെളിച്ചം, ഏറ്റവും ചെറിയ പ്രകാശം മെഴുകുതിരി വെളിച്ചമാണ്. അതിന് പണം കൊടുക്കണം. യഥാർത്ഥ രക്ഷയ്ക്ക് സൗജന്യമായിരിക്കെ മതങ്ങൾ രക്ഷാകര മാർഗത്തിലേക്ക് നമ്മിൽ നിന്ന് പണപ്പിരിവുകൾ നടത്തുന്നു. പണം കൊടുത്ത് ആ പണത്തിലൂടെ രക്ഷ നേടാമെന്ന് അവർ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ഓക്സിജൻ സ്വീകരിച്ചിട്ട് പ്രാണവായു നിലനിർത്താൻ വേണ്ടി ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നു, അല്ലേ? ഒരു ഉപയോഗവുമില്ല കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ട്. നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ തിരിച്ചു വിടുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ഓക്സിജൻ നമുക്ക് സൗജന്യമായിട്ടാണ് കിട്ടുന്ന അന്തരീക്ഷത്തിൽ നിന്ന്. ആർക്കും പണം കൊടുക്കേണ്ടി വരത്തില്ല, പണം കൊടുക്കേണ്ട ആവശ്യമില്ല, പണം കൊടുക്കാനും പറ്റത്തില്ല. ഇനി ഒരാളിപ്പോൾ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരാൾക്ക് ഒരു സിലിണ്ടറിന് എത്ര രൂപയാണെന്ന്, ഒരു മണിക്കൂറിന് എത്ര ഉപയോഗിക്കാമെന്ന് നമുക്കെല്ലാം അറിയാം. ആ കോവിഡ് കാലത്ത് നമ്മൾ മനസ്സിലാക്കിയതാ. പക്ഷെ ഇതേ നമ്മൾ ഉപേക്ഷിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളവുമായി ലഭിച്ച് സോഡയാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിന് പണം കൊടുക്കണം. ഇത് തന്നെയാണ് മതങ്ങളും ചെയ്യുന്നത്. പിതാവായ ദൈവം ഇറങ്ങി വന്ന ആദ്യനെ ഹവ്വയും നോക്കിയപ്പോൾ ഇവർ മരത്തിന്റെ മറവില ഇവരൊന്നിരിക്കുന്നു. ഞങ്ങൾ നഗ്നരായത് കൊണ്ട് വരാൻ കഴിയുന്നില്ല. അപ്പൊ ദൈവം ചോദിക്കുന്നൊരു വാക്കുണ്ട്, പിതാവ് ചോദിക്കുന്നുള്ളൂ, നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു? നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു? നീ ആ പഴം ഭക്ഷിച്ചോ, അല്ലേ? അപ്പൊ അവന്റെ രക്ഷാമാർഗം, അവൻ നിനക്ക് അപ്പോഴും
ഇവൻ ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ പിതാവ് അപ്പോഴേ ക്ഷമിച്ചേന്. പക്ഷെ ഇവൻ ഏറ്റു പറഞ്ഞില്ല. അടുത്തൊരു മാർഗം, നീ എനിക്ക് തന്ന സ്ത്രീ തന്നത് കൊണ്ട് ഞാൻ കഴിച്ചു. ആ സ്ത്രീ എന്താ പറഞ്ഞു? അടുത്ത പിശാചിന്റെ മാന്യത പോലും ഇവർ കാണിച്ചില്ല, അല്ലേ? പിശാച് എതിർത്ത് പറഞ്ഞില്ല. പക്ഷെ പിശാചിന് ഒരു സ്വാതന്ത്ര്യമില്ലായിരുന്ന പിശാചിന് രക്ഷപ്പെടാൻ അവനൊരു ഇതില്ലായിരുന്നു, രക്ഷകനെ അയച്ചില്ല. പക്ഷേ നമുക്ക് വേണ്ടി ദൈവം തന്നെ താണിറങ്ങി വന്നു. നമ്മൾ സൺഡേ സ്കൂളിലൂടെ ചെറിയ പ്രായത്തിലൊക്കെ പഠിച്ചൊരു വിഷയമുണ്ട്. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ പറുദീസ നഷ്ടമായെന്ന്. അത് അല്പകാലത്തേക്ക്, അല്ലേ? പിന്നീട് വീണ്ടെടുപ്പുണ്ട്. പക്ഷെ യഥാർത്ഥ നഷ്ടം ആർക്കാണ് അപ്പോൾ സംഭവിച്ചത്? മനുഷ്യന് പറുദീസ നഷ്ടപ്പെട്ടതല്ല, ദൈവത്തിന് നമ്മെ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടവന് മാത്രമേ അതിന് വേദന അറിയൂ. അതുകൊണ്ടാണ് അവൻ താണലോകത്തേക്ക് ഇറങ്ങി വന്നത്. മുഴുവൻ ലോകത്തിനേക്കാളും വില സ്വന്തം പുത്രനെ തന്നെ തന്നു. ദൈവം ഇനി എന്താ തരാനുള്ളത്? ഇപ്പോഴും നമ്മൾ വിലപിക്കുക. ദൈവം തന്റെ പുത്രനെ തന്നു, തന്റെ നിത്യജീവൻ തന്നു, പരിശുദ്ധാത്മാവിനെ തന്നു, തന്റെ വചനത്തെ തന്നു, എല്ലാം നമുക്ക് തന്നു. എന്തിനാ? നമ്മളെ ബലപ്പെടുത്താൻ, ശക്തിപ്പെടുത്താൻ, അവന്റെ ക്രിസ്തുവിനെ അനുരൂപരാക്കി മാറ്റുവാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചു, 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിച്ചു, കാണാതായതിനെ തിരഞ്ഞല്ലോ രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രനിലേക്ക് വന്നത്. ഇപ്പൊ നമുക്ക് 4 സുവിശേഷങ്ങളുണ്ട്. പലരും എന്നോട് ചെറിയ പ്രായത്തിൽ പറയും, എന്തിനാ 4 സുവിശേഷം? ഒരേ സംഭവങ്ങൾ 4 സുവിശേഷങ്ങൾ. പക്ഷെ ഈ 4 സുവിശേഷങ്ങൾ ക്രിസ്തുവിനെ 4 വീക്ഷണകോണിൽ നിന്ന് നോക്കിക്കാണുന്നതായിട്ടാണ്. മത്തായിയുടെ സുവിശേഷം പറഞ്ഞെങ്കിൽ യഹൂദന്മാരുടെ രാജാവായ ക്രിസ്തുവിനെയാണ് അവിടെ വരച്ചു കാണിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ ദാസനായ ക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മനുഷ്യപുത്രനായ യേശുവിനെ വരച്ചു കാണിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവപുത്രനായ യേശുവിനെ വരച്ചു കാണിക്കും. അപ്പൊ ഈ ലൂക്കോസ് സുവിശേഷം എഴുതിയത്, വിശുദ്ധ ലൂക്കോസ് സുവിശേഷം എഴുതിയത് കൃത്യമായി ജാതികൾക്ക് വേണ്ടിയാണ്, അല്ലേ? ജാതികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം സുവിശേഷം. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു, ഒരു സാഹിത്യകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ അത് ശരിക്കും മനസ്സിലാകുന്ന രീതിയിൽ, അല്ലേ, ആ കാവ്യ ഭംഗിയോടുകൂടി വളരെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഈ വംശാവലി യഹൂദന്മാർക്ക് വേണ്ടിയാണ് മത്തായി സുവിശേഷം എഴുതിയത്. അതുകൊണ്ടാണ് ആദ്യം വംശാവലി തുടങ്ങുമ്പോൾ, ക്രിസ്തുവിന്റെ വംശാവലി പറയുമ്പോൾ അബ്രഹാമിൽ നിന്നാണ് തുടങ്ങിയത്. കാര്യം അബ്രഹാമാണ് ആദ്യത്തെ യഹൂദൻ. പക്ഷെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ ഒരു വംശാവലി ഉണ്ട്. ആ വംശാവലി തുടങ്ങുന്നത് ആദത്തിൽ നിന്നാണ്. അതായത് രക്ഷ, ക്രിസ്തു പറഞ്ഞ സകല ജനത്തിനുമുള്ള രക്ഷ. യേശുവിന്റെ ജനനത്തിൽ പറഞ്ഞ സകല ജനത്തിനുമുള്ള രക്ഷ, അല്ലേ? ഇരുളിലാണ്ടിരുന്ന ഒരു വെളിച്ചം കണ്ടു. ആ വെളിച്ചത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ സുവിശേഷം നഷ്ടപ്പെട്ടതിനെ തേടിയാണ് മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്. നഷ്ടപ്പെട്ടവന് മാത്രമേ നഷ്ടപ്പെട്ടതിന്റെ വിലയറിയത്തുള്ളൂ. പണ്ട് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, എല്ലാം നമുക്ക് അറിയാവുന്ന ഒരു സംഭവം ഞാൻ പറയാം. ഒരാള് രാത്രി ഒരു വസ്തു പോയിട്ട് തിരയുകയാണ്, മോതിരം എന്നിട്ട് പോയിട്ട് തിരയുകയാണ്. അപ്പൊ കൂടെ എല്ലാവരും വന്ന് തിരയുന്നു, കുറെ പേര് തിരയുന്നു. തിരഞ്ഞ സമയത്ത് ലാസ്റ്റ് ഒരാൾ ചോദിച്ചു, ഇത് എവിടെയാ പോയത് അവിടെയാ. അപ്പൊ ഇവിടെ എന്തിനാ നോക്കുന്നത്? അവിടെ വെളിച്ചമില്ല, ഇവിടെ വെളിച്ചമുണ്ട്. ഇന്ന് ലോകത്തിലെ തിരച്ചിലുകളും മതം നൽകുന്ന തിരച്ചിലുകളൊക്കെ ഇതാ. പക്ഷെ യേശു എവിടെ മനുഷ്യനെ നഷ്ടപ്പെട്ടോ അവിടേക്ക് തന്നെ ഇറങ്ങി വന്നു. ഇത്തരം 3 നഷ്ടപ്പെടലുകളെ കുറിച്ച് വിശുദ്ധ ലൂക്കോസ് തന്നെ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 3 നഷ്ടപ്പെടലുകളെ കുറിച്ചും അതിന്റെ വീണ്ടെടുപ്പുകളെ കുറിച്ചും നമുക്കെല്ലാം കേട്ടിട്ടുള്ള, ഒത്തിരി നമ്മൾ കേട്ടിട്ടുള്ളതാ. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ചില ബോധ്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. 1, കാണാതായ ആടിന്റെ ഉപമ. 2, കാണാതായ നാണയത്തിന്റെ ഉപമ. 3, ധൂർത്തപുത്രന്റെ ഉപമ. ഈ 15-ാം അധ്യായത്തിന്റെ ഹൈലൈറ്റ് ആണിത്. ഞാൻ പറഞ്ഞു, വിശുദ്ധ ലൂക്കോസ് ജാതികൾക്ക് വേണ്ടി, വിജാതികൾക്ക് വേണ്ടി, യവനന്മാർക്ക് വേണ്ടിയാണ് സുവിശേഷം എഴുതിയതെങ്കിലും ഈ 15-ാം അധ്യായത്തിലെ ഈ 3 സംഭവങ്ങളും യഹൂദന്മാരുടെ ജീവിത രീതികളുമായി, അവന്റെ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എളുപ്പത്തിന് വേണ്ടി ഇതിന്റെ ഓർഡർ അല്പം മാറ്റി ഞാൻ പറയാം. ആദ്യമായിട്ടുള്ള കാണാതായ ആടിന്റെ ഉപമയാണ്. എന്നാൽ അതിന്റെ ഓർഡറിന് വേണ്ടി ഞാൻ അല്പം മാറ്റം വരുത്തിയാണ്. ആദ്യമായി കാണാതായ നാണയത്തിന്റെ ഉപമയെക്കുറിച്ച് പറയാം. എന്താണ് നാണയത്തിന്റെ ഉപമ? കാണാതായ നാണയത്തിന്റെ ഉപമയെക്കുറിച്ച് അവിടെ സുവിശേഷകൻ ലക്ഷ്യം അത് പങ്കുവയ്ക്കുന്നത് എന്താണ്? ഈ നാണയത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്.
നാണയത്തിന് ജീവനില്ല, അല്ലേ? അപ്പൊ നാണയം എവിടെയായിരുന്നു? ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ എവിടെയാണ്? ഇനി എവിടേക്കാണ് തിരിച്ചു വരേണ്ടതെന്ന് നാണയത്തിന് അറിയില്ല. നാണയത്തിന് അറിയില്ല. അപ്പൊ ആർക്ക് നഷ്ടപ്പെട്ടോ അവൻ വന്ന് വീണ്ടെടുക്കണം, കണ്ടുപിടിക്കണം. ഈ യഹൂദന്മാരുടെ ഇടയിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. വിവാഹ നിശ്ചയം കഴിക്കുന്ന ഒരു പെൺകുട്ടിക്ക് മണവാളൻ 10 നാണയങ്ങൾ എണ്ണി നൽകും. ഈ 10 നാണയങ്ങൾ ഇവൻ വിവാഹ സമയത്ത് ഈ 10 നാണയങ്ങൾ ഈ മണവാട്ടി അവന് തിരികെ കൊടുക്കണം. വേറെ ഏത് നാണയം കൊടുത്തിട്ടും കാര്യമില്ല, ഈ കൊടുത്ത 10 നാണയങ്ങൾ അതിനെ തിരിച്ചു കൊടുക്കണം. അതിലെന്തെങ്കിലും അടയാളം കാണുമായിരിക്കും. പക്ഷെ അതില് ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ, ഇവിടെ 10 സ്വഭാവ ഗുണങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ടതായി കണക്കാക്കുകയും ഇവിടെ തന്നെ ഉപേക്ഷിക്കാനും കാരണമുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് 10 നാണയങ്ങൾ ഉണ്ട് എന്നിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ സംഭവങ്ങൾ പറയുന്നത്. ഈ 10 നാണയങ്ങളും ഇവൾ വളരെയധികം ഭംഗിയായിട്ട് സൂക്ഷിക്കുമായിരുന്നു. മിക്ക സ്ത്രീകളും ഈ ശിരോവസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിക്കും. അപ്പൊ ഇത് പോകുമ്പോൾ അറിയാം. എന്നാൽ എല്ലാ ദിവസവും ഇത് പരിശോധിക്കും, നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഒരു ദിവസം ഒരു നാണയം നഷ്ടപ്പെട്ടതായി ഇവൾ കാണുകയും ഇത് കണ്ടു കിട്ടുമ്പോളം ഇവൾ തിരഞ്ഞ് സന്തോഷിക്കുമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കും, ഒരു നാണയം പോയതിലുണ്ട്, നാണയത്തിന്റെ പ്രാധാന്യം ഇതാണ്, അല്ലേ? ഇതേ ഒരു സംഭവം, ഇതിന്റെ ആസ്പദമായിട്ടുള്ള മറ്റൊരു സംഭവം നമ്മൾ സുവിശേഷത്തിൽ കേൾക്കുന്നത് ആരാ? കാണാതായ നാണയത്തെ പോലൊരു മനുഷ്യനുണ്ടായിരുന്നു. കാണാതായ നാണയത്തെ പോലൊരു മനുഷ്യനുണ്ടായിരുന്നു. ആരാ? ലെഗിയോൻ. ഈ ഒരു പകരം മൊത്തം കർത്താവ് ശുശ്രൂഷ ചെയ്ത് ക്ഷീണിച്ചു, അവശനായി, അപ്പോസ്തലന്മാരും അവശരായി ആയിരിക്കുമ്പോൾ തന്നെ യേശു പറയാൻ, നമുക്ക് മറുകരയിലേക്ക് പോകാം. എന്തിനാണ് പോകുന്നത്? യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ മക്കൾ നഷ്ടപ്പെട്ടതിനെ തേടിയാണ് മനുഷ്യപുത്രൻ വന്നത്. പക്ഷെ എന്തിനാണ് അവിടെ പോകുന്നത്? ഗദർദേശത്ത് എന്തിനാണ് പോകുന്നത്? രാത്രി മുഴുവൻ യാത്ര ചെയ്തു. വഴിക്ക് വെച്ച് കടൽക്ഷോഭമുണ്ടായി, കാറ്റ് വന്നു, ഇതെല്ലാം പ്രതികൂലങ്ങളുണ്ടായി. പക്ഷെ ഇവർ അവിടെ ചെന്നെത്തുമ്പോൾ ഈ ലെഗിയോൻ എതിരിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, സമയമാകുന്നതിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കുന്നില്ല, എന്തിനു വന്നു? എന്നിട്ട് അതിനു മുമ്പ് അവിടെ ഒരു വാക്യമുണ്ട്, കാരണം അവൻ അവരെ ശാസിച്ചിരുന്നു. എപ്പോഴാ ശാസിച്ചത്? ആ സമയം ശാസിച്ചായിട്ടൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. ഒരു സുവിശേഷത്തിൽ, മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല, അതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല ശാസിച്ചതായി. പക്ഷെ ശാസിച്ചായിട്ട് എഴുതിയിട്ടുണ്ട്. എപ്പോഴാ? ഞാൻ പറഞ്ഞ കാറ്റും കടലും. അപ്പൊ അത് അവിടുത്തെ അന്ധകാര ശക്തികൾ എതിരിട്ടപ്പോൾ അതിനെ ശാസിച്ചതാണ്. പക്ഷെ ഈ നഷ്ടപ്പെട്ടു പോയി ലെഗിയോനും നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടാണോ ലെഗിയോൻ? ജാതികളുടെ നാടല്ലേ, അവിടെ ചെന്നപ്പോൾ പന്നികളെ മേയ്ക്കുന്നവരെയല്ലേ കണ്ടത്? യഹൂദന്മാർക്ക് നിഷിദ്ധമല്ലേ പന്നികളെ? ആ പന്നികളെ മേയ്ക്കുന്നവരല്ലേ അവരെ കണ്ടത്? പക്ഷെ അത് നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ, പഴയ നിയമം പരിശോധിക്കുമ്പോൾ മനസ്സിലാകാതെ കൃത്യമെന്ന് ഇവർ ഇസ്രായേൽ മക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരാണ് ഇവിടെ. കാര്യം ഇവർ ജോർദാൻ കടക്കാൻ എത്താൻ നേരത്ത് രൂബേൻ ഗോത്രത്തിലുള്ളവരും ഗാദ് ഗോത്രത്തിലുള്ളവരും വന്ന് യോശുവോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഈ സ്ഥലം. അപ്പൊ രൂബേൻ ഗോത്രത്തിലുള്ളവർക്ക് ഒരുപാട് കന്നുകാലികളെയും ആടുമാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവര് ഒരുപാട് കൃഷി ചെയ്യാനുള്ള, ഇവർ നോക്കിയപ്പോൾ നല്ല കൃഷി ചെയ്യാനുള്ള നല്ല ഫലഭൂയിഷ്ടമായ നീരോട്ടമുള്ള മണ്ണാണ്. പിന്നെ കന്നുകാലികളെ വളർത്താനും ആടുമാടുകളെ പോറ്റാനും ഒക്കെ നല്ല സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക്, ഈ 2 ഗോത്രക്കാരും പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സ്ഥലം അവകാശമായി തരിക. അപ്പൊ ജോഷുവ പറഞ്ഞു, അത് പറ്റില്ല, ദൈവം നിങ്ങൾക്ക് വാഗ്ദത്ത നാടാണ്, അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അല്ലെ, നിങ്ങൾ ഒന്നും പറയാൻ, നിങ്ങൾ തുടക്കം മുതലേ മത്സരികളാണ്, ഇതൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ വരിക. അപ്പോൾ ഇവര് വീണ്ടും വന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അവിടെ വന്ന് യുദ്ധം ചെയ്ത് വാഗ്ദത്ത നാട് കൈവശപ്പെടുത്തിയ ശേഷം ഞങ്ങൾ മടങ്ങി വന്ന് ഞങ്ങൾക്ക് ഇത് അവകാശമായി തരിക, അത് അവകാശമായി തരിക. അതുവരെ ഞങ്ങളുടെ സ്ത്രീകളും കുട്ടികളും കന്നുകാലികളും ആടുമാടുകളും ഒക്കെ ഇവിടെ തന്നെ നിന്നുകൊള്ളട്ടെ എന്ന്. ഈ അഭിപ്രായം, ഇവരുടെ കാര്യം യോശുവ ദൈവത്തോട് പറഞ്ഞു. ദൈവം പറഞ്ഞു, സമ്മതിച്ചു കൊടുത്തേക്കുക. അങ്ങനെ ഇവർ യുദ്ധം ചെയ്തതിനു ശേഷം ഇവർ വന്ന് ഈ സ്ഥലത്ത് താമസമുറപ്പിക്കുകയാണ്. ആര്? രൂബേൻ ഗോത്രവും ഗാദ് ഗോത്രവും മനാശെ ഗോത്രത്തിന്റെ പകുതിയും, 2.5 ഗോത്രം ഇവിടെ വന്ന് ഇവര് താമസിക്കുകയാണ്. ആ താമസിക്കുന്നവർ ഇപ്പോൾ അവിടെ താമസിക്കുന്ന സ്ഥലങ്ങളെ 10 പട്ടണങ്ങളായി അറിയപ്പെട്ടു. അതാണ് ദെക്കാപ്പൊലി നാടുകൾ.
10 പട്ടണങ്ങൾ, ദെക്കാപ്പൊലി നാടുകൾ. അതിൽ ഗാദ് ഗോത്രക്കാർ താമസിച്ചിരുന്ന സ്ഥലമാണ് ഗാദ്യരുടെ നാട്. ഗാദ്യരുടെ നാടെന്നുള്ള പറഞ്ഞ് ഗദരദേശം എന്ന പേര് ലഭിച്ചത്. ഇന്നിപ്പോൾ യഹൂദന്മാരായിരുന്ന ഇവർ ഇപ്പോൾ എന്ത് അവസ്ഥയിലായിരിക്കുന്നത്? യഹൂദന്മാർക്ക് നിഷിദ്ധമായ പന്നികളെ മേയ്ക്കുന്ന അവസ്ഥയിലേക്ക് ഇവർ തരംതാണ് പോയി. പൂർണ്ണമായി ഇവർ നഷ്ടപ്പെട്ടു പോയി, അല്ലേ? അപ്പൊ അവിടെ വെച്ചു കർത്താവ് അവനെ വിടുവിച്ചതിന് ശേഷം ഇവൻ പറയുന്നു, നിന്റെ കൂടെ ഞാൻ വരട്ടെ എന്ന്. അപ്പൊ അവിടെ വെച്ച് യേശു എന്താ പറഞ്ഞ? നീ എൻ്റെ കൂടെ വരിക, നീ വരണ്ട, നീ ഇത് സാക്ഷ്യമായിരിക്കുക. അപ്പോ അവിടെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ പന്നികളുടെ കൂട്ടത്തിൽ, 2000 പന്നികളുടെ കൂട്ടത്തിൽ ഇവൻ എൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ പറയാ, ഞങ്ങൾ അനേകരുണ്ട്, എൻ്റെ പേര് ലെഗിയോൻ. അത് റോമൻ പട്ടാളത്തിൽ 6000 പടയാളികളുടെ ഒരു കൂട്ടത്തെയാണ് ഒരു ലെഗിയോൻ, ഇല്ലെങ്കിൽ ഒരു ലീജിയൻ. നമ്മൾ കത്തോലിക്ക സഭയിൽ ലീജിയൻ ഓഫ് മേരി എന്ന് പറഞ്ഞൊരു ഭക്ത സംഘടനയൊക്കെ ഉണ്ട്. ലീജിയൻ എന്ന് പറഞ്ഞ് ലെഗിയോൻ എന്ന് പറഞ്ഞതും സംഭവം തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിൽ മദ്രാസ് റെജിമെന്റ്, പഞ്ചാബ് റെജിമെന്റ്, അങ്ങനെ ഓരോ ഇതുപോലെ അവര് റോമൻ സൈന്യത്തിന് ലെഗിയോൻ. അപ്പൊ 6000 ഭൂതങ്ങൾ ഒരു മനുഷ്യന്റെ ദേഹത്ത്. എന്നാലോചിച്ച്, ഒരു മനുഷ്യന്റെ ദേഹത്ത് 6000 ഭൂതങ്ങൾ. പക്ഷെ ഈ 6000 ഭൂതങ്ങൾ എത്ര പന്നികളുടെ കൂട്ടത്തിലാ പോയത്? 2000 പന്നികളുടെ കൂട്ടത്തിൽ പോയി, അല്ലേ? അപ്പൊ ഒരു പന്നിയുടെ പുറത്ത് 3 ഭൂതങ്ങൾ. 3 ഭൂതങ്ങൾ ഒരു പന്നിയിൽ പ്രവേശിച്ചപ്പോൾ ആ പന്നിയെ കൊല്ലാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷെ 6000 ഭൂതങ്ങൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ ജീവനെ തൊടാൻ ഈ 6000 ഭൂതങ്ങൾക്കും കഴിഞ്ഞില്ല. എന്തുകൊണ്ടാ? നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ കഷ്ടനഷ്ടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ കടബാധ്യതകൾ, രോഗപീഠകൾ, ഇതിനെല്ലാം വെച്ച് നമ്മൾ വിട്ടുപെടും. എന്താണ്, എന്തിന് സഹിക്കണമെന്ന്, അല്ലേ? എന്നിട്ട് നമ്മൾ ക്ഷേമത്തോടു കൂടി ഇരിക്കുന്നെങ്കിൽ അത് നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന ദൈവകൃപയല്ലേ, നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന ദൈവസ്നേഹമല്ലേ? അതിലെല്ലാം ഉപരി നമുക്കുള്ള ദൈവം തന്ന വാഗ്ദത്തങ്ങളല്ല. മനുഷ്യപുത്രൻ ദൈവം യേശു അവനെ സന്ദർശിക്കുമെന്നുള്ള വാഗ്ദത്തം ഉള്ളത് കൊണ്ട് ഒരു ഭൂതത്തിനും അവനെ തൊടാൻ പറ്റിയില്ല. നമ്മളിവിടെ യേശു അവിടെ വെച്ച് മടങ്ങി പോവുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുവിന്റെ പ്രവർത്തനം പരാജയം. കാരണം ഒരുത്തനെ നേടാനല്ലേ കഴിഞ്ഞുള്ളൂ, അല്ലേ? പക്ഷെ അവനിലൂടെ 10 പട്ടണങ്ങൾ നേടി. 10 പട്ടണങ്ങൾ നേടാൻ യേശുവിന് കഴിഞ്ഞു. 10 പട്ടണങ്ങൾ അവനിലൂടെ വിടുവിക്കപ്പെട്ടു. ദെക്കാപ്പൊലി നാടുകൾ പൂർണ്ണമായും വിടുവിക്കപ്പെട്ടതായി പിൽക്കാല ചരിത്രത്തിൽ നമ്മൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയവന്റെ കൂട്ടത്തിൽ മാത്രമേ യേശു വന്നിട്ടുള്ളൂ. രണ്ടാമത്തെ ഉപമ കാണാതായ ആടിന്റെ ഉപമ. എന്താണ് കാണാതായ ആടിന്റെ ഉപമ? ആടിന്റെ ഒരു സ്വഭാവം എന്താ? ആടിനറിയാം എവിടെ വെച്ച് നഷ്ടപ്പെട്ടെന്ന്, എവിടെ വെച്ച് എങ്ങോട്ടാണ് പോകേണ്ടതെന്നും ആടിനറിയാം. പക്ഷെ അവിടെ ഒരു വിഷയമുണ്ട്, ഇവന് വഴി അറിയത്തില്ല. ഇവന് വഴി അറിയത്തില്ല ആടിന്. അതുകൊണ്ടാണ് വിശ്വാസികൾ ആടുകളായിട്ട് ചിത്രീകരിക്കുന്നത്. ഇവർക്ക് യഥാർത്ഥത്തിൽ വഴി അറിയത്തില്ല. വഴി അറിയുന്നപ്പറ്റി 2 തരം ആടുകളുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് ചെമ്മരിയാടും, ഒന്ന് കോലാടും. ഈ ചെമ്മരിയാട് എപ്പോഴും ഇടയന്റെ പാദം നോക്കി ഇങ്ങനെ പോകത്തുള്ളൂ, പതിഞ്ഞ്. അവൻ വിട്ടുമാറി പോകത്തില്ല. അവൻ്റെ യേശു ന്യായവിധി സമയത്ത് പറയുന്നില്ല ചെമ്മരിയാടിനെ കോലാടുകളെ വേർതിരിക്കുമെന്ന്. ഈ ചെമ്മരിയാട് ഇടയനെ വിട്ടെങ്ങും പോകത്തില്ല. ഇടയന്റെ കാൽപ്പാട് നോക്കി അവൻ ഇങ്ങനെ ഫോളോ ചെയ്യും. അവനെ കൊണ്ട് അവൻ ഡേഞ്ചർ അല്ല. അവനെ കുറിച്ച് ഇടയന് ഒരു ആശങ്കയുമില്ല, കൃത്യമായി ഫോളോ ചെയ്യും. പക്ഷെ കോലാട് അങ്ങനെയല്ല. അങ്ങോട്ട് നോക്കി ഇങ്ങോട്ടെങ്കിൽ പച്ചപ്പ് എവിടെ ഉണ്ടോ അവിടെ നോക്കി തപ്പി പോകും. ഇവനെ വഴിതെറ്റാനുള്ള സാധ്യത. അപ്പൊ ഒരാൾക്ക് 99 ആടുകൾ, 100 ആടുകൾ ഉണ്ടായെന്നിരിക്കട്ടെ, അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ 99 വിട്ട് അതിനെ തേടിപ്പോകും. പക്ഷെ ആ ആടിനൊരു ഭാഗ്യമുണ്ട്. എന്തുവാ? ഇടയന്റെ തോളിൽ ഇരിക്കാനുള്ളൊരു ഭാഗ്യമുണ്ട്. ഇപ്പൊ ഈ ആടിന് അറിയത്തില്ല, വഴി അറിയത്തില്ല. അപ്പൊ ഇടയൻ വന്നേ പറ്റത്തുള്ളൂ, അല്ലേ? ഇടയൻ വന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവം ബൈബിളിൽ മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ആരാ? ശമരിയായിലെ സ്ത്രീ. ശമരിയായ സ്ത്രീ പറയുന്നുണ്ട്, എവിടെയാണ് ആരാധിക്കേണ്ടതെന്ന്. ഞങ്ങൾ ഇവിടെ ഇപ്പൊ ആരാധിക്കുന്നു, ഞങ്ങൾക്കറിയാം എവിടെ പക്ഷെ അവിടെ പോകാനുള്ള വഴി അറിയത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന റോഡല്ല, യഥാർത്ഥ ഇതിലേക്ക് വരാനുള്ള വഴി അറിയത്തില്ല. ഇത് ഏതാ സ്ഥലം? ശമരിയ. യൂദയാക്കും ഇസ്രയേലിന് നടുക്കുള്ള ഒരു സ്ഥലമാണ്, ജാതീയ നാട്. യഥാർത്ഥത്തിൽ ഇത് ജാതീയ നാടല്ലായിരുന്നു. ഇത് യഹൂദന്മാർക്കുടെ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ 7.5 ഗോത്രങ്ങൾ, ആദ്യം 2.5 ഗോത്രങ്ങൾ പോയല്ലോ.
ബാക്കി എത്ര? 9 ഗോത്രങ്ങൾ. ഈ 9 ഗോത്രങ്ങൾ രണ്ട് ഗോത്രങ്ങൾ മാത്രമേ യൂദയിലുള്ളൂ. ആരാ? യൂദാ ഗോത്രവും ബെന്യാമിൻ ഗോത്രവും. ബാക്കി ഗോത്രങ്ങളെല്ലാം ചേർന്നിട്ടാണ് ജെറോബോവാമിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ പഠിക്കുന്ന രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാകും. രെഹോബയാമിന്റെ കാലത്ത് ജെറോബോവാമിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യം ആയി. അതിന്റെ ഒരു ഭാഗമായിരുന്നു ശമരിയ. പക്ഷെ അശൂർ സൈന്യം ഇറങ്ങി യഹൂദ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും ചിലര് ഭാര്യമായി സ്വീകരിക്കുകയും ചെയ്ത് അതിൽ നിന്ന് ജാതീയ തലമുറയുണ്ടായി. അപ്പൊ ഇതിന്റെ ബേസ് കിടക്കുന്ന യഹൂദന്മാരുടെ ഗോത്രങ്ങളിലാണ് കിടക്കുന്നത്. അപ്പൊ ഇവരെ ജാതികളായിട്ട് യഹൂദന്മാർ എണ്ണാൻ തുടങ്ങി. അപ്പൊ ഈ രാജ്യത്തിന്, യൂദയ രാജ്യത്ത് നിന്ന് ഇസ്രായേൽ രാജ്യത്തിലേക്ക് പോകുന്ന വഴിക്കാണിത്. പക്ഷെ ഇതിലൂടെ ശമരിയയിലൂടെ പോയി കഴിഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ അവർ അതിലൂടെ പോകത്തില്ല. കാര്യം അവർ ജാതികളാണ്, വളരെ കറങ്ങിയാണ്. പക്ഷെ യേശു പോയതല്ല ശമരിയായി കൂടിയാണ്. ഒരിക്കലും യാക്കോബ് യോഹന്നാനും കൂടെ വന്ന് പറഞ്ഞു, ശമരിയയിൽ യേശു പ്രസംഗിക്കാൻ പോയപ്പോൾ, ശുശ്രൂഷിക്കാൻ പോയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ തടഞ്ഞ സമയത്ത് യാക്കോബ് യോഹന്നാനും ചേർന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തുവാ? ഏലിയാവ് അഗ്നി ഇറക്കിയതുപോലെ ഞങ്ങൾ അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെ എന്ന്. അപ്പൊ യേശു ചോദിക്കുന്ന, നിങ്ങൾ ഏത് ആത്മാവില്ല? കാര്യം അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം വായിക്കുമ്പോൾ ഫിലിപ്പോസിന്റെ നേതൃത്വത്തിൽ വലിയൊരു കൊയ്ത്ത് വെച്ചിരിക്കുക. ഇത് അറിയുന്ന ആത്മാവ് ആരാ? ദുരാത്മാവ്. ഇവരെ കൊണ്ട് അതിന് തടയിടുക. അപ്പൊ യേശു വന്നതിനാ ഒരുവൻ പോലെ നഷ്ടപ്പെട്ടു പോകാതെ, ഒരുവൻ പോലെ. യേശു ലാസ്റ്റ് വേദനയോടുകൂടി യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, നാശത്തിന്റെ പുത്രനെ അല്ലാതെ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ആ സമയത്ത് യൂദാസ് പശ്ചാത്തപിച്ച് വന്നിരുന്നെങ്കിൽ അവനും രക്ഷപ്പെട്ടു പോയി. ഒറ്റുകൊടുത്തൊന്നുമല്ല വിഷയം. കാര്യം 3 അതേ തെറ്റു ചെയ്ത പത്രോസ് തിരിച്ചു വന്നപ്പോൾ പത്രോസിനെ സഭയുടെ തലവനാക്കി, അല്ലേ? അത്രത്തോളം അതാണ് ദൈവസ്നേഹം. കർത്തൃമേശയിൽ നിന്ന് അവനെ പോലും മാറ്റി നിർത്തിയില്ല. ആരെയും മാറ്റി, അത്രയും സ്നേഹം ദൈവം യേശു അവനോട് കാണിച്ചു. അപ്പൊ ഈ ശമരിയയിലൂടെ കടന്നു പോയപ്പോൾ ഒരു സ്ത്രീക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് വേണ്ടിയാന്ന് പറഞ്ഞാൽ അവൾക്കറിയത്തില്ല എന്താണ് പക്ഷെ യേശുവിനുമായിട്ട് സംസാരിച്ചപ്പോൾ രക്ഷ എന്താണ്, എങ്ങനെയാണ് രക്ഷ എത്ര സമീപസ്ഥമാണ്, രക്ഷ എത്ര ലളിതമാണ്, എന്താണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ മുഖാന്തരം 2 പട്ടണങ്ങൾ വിടുവിക്കപ്പെട്ടു. ഈ സ്ത്രീകൾക്ക് ഉള്ളൊരു സാധാരണ പറയുന്ന, ഒരു പുരുഷൻ ഒരു ദിവസം ആധുനിക ശാസ്ത്രം പറയുന്നതാണ്, ഒരു ദിവസം സംസാരിക്കുന്ന 16,000 വാക്കുകൾ ശരാശരി സംസാരിക്കുന്ന 16,000 വാക്കുകൾ ഒരു പുരുഷൻ ഒരു ദിവസം സംസാരിക്കും. ആവറേജ്, കൂടാം കുറയാം. എന്നാൽ ഒരു സ്ത്രീ സംസാരിക്കുന്നത് 25,000 വാക്കുകളാണ്. സ്ത്രീകൾ വേറൊരു പ്രത്യേകത, ഈ കുഞ്ഞുങ്ങള് ആദ്യമായി സംസാരിച്ചു തുടങ്ങുന്ന, ആദ്യമായി നടന്നു പോകുന്ന പെൺകുട്ടികളാണ്. അതൊരു കൃപയാ. പണ്ടൊരു പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞായിരുന്നേ, ഈ ആൾക്കാർ സിനിമ കാണാൻ പോകും. സിനിമ എത്ര മണിക്കൂർ ഉണ്ടാവും? 2.5 മണിക്കൂർ അല്ലേ? അങ്ങേറ്റം ഒരു 3 മണിക്കൂർ. ഇത് കണ്ടിട്ട് വന്ന ഒരു സ്ത്രീ കഥ പറഞ്ഞാൽ 6 മണിക്കൂർ ഉണ്ടാവും ഏറ്റവും കുറഞ്ഞത്. ശരിയാ, അതൊരു കഴിവാണെന്ന് ഞാൻ പറഞ്ഞത്. ആ കഴിവ് ശമരിയക്കാരി ഉപയോഗിച്ചു. ഞാൻ തുറന്നു പറയും, ഒരു രക്ഷയിലേക്ക് വരുന്ന ഭർത്താവ് ആദ്യം രക്ഷയിലേക്ക് വന്നു. ഭാര്യ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ രക്ഷയിലേക്ക് ഭാര്യയെ പിന്നെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഭാര്യയാണ് ആദ്യം രക്ഷയിലേക്ക് വന്നെങ്കിൽ ഈസി ആയിട്ട് ഭർത്താവിനെ കൊണ്ടുവരും, എത്ര ഇതായാലും. ആ സ്നേഹത്തെക്കുറിച്ച്, കാരണം ആ സംസാരം ഈ റോസ്ലിൻ ടീച്ചർ ഡിവൈനിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്നത്, സ്ത്രീക്ക് കാഴ്ചപ്പാട് ഇല്ല, കാഴ്ചയേ ഉള്ളൂ. പുരുഷന് കാഴ്ചയില്ല, കാഴ്ചപ്പാടേ ഉള്ളൂ. ദൂരത്തുള്ളത് പുരുഷൻ കാണും, അടുത്തുള്ളത് സ്ത്രീ കാണും. അപ്പൊ 2 പേര് യോജിക്കുമ്പോഴാണ് ജീവിതം സന്തോഷകരമായി മാറുന്നത്. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ സ്ത്രീ ഉപയോഗിച്ച സുവിശേഷ വേലയ്ക്ക് ശക്തമായൊരു 2 പട്ടണങ്ങൾ മൊത്തം ഇളകി. പക്ഷെ അവിടെ വെച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇവർ വന്ന ജനം യേശുവിനോട് കണ്ട് യേശുവിനെ സംസാരിച്ചിട്ട് വന്ന് തിരിച്ച് ഈ ശമരിയക്കാരിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി നീ പറയുന്നതല്ല, ഞങ്ങൾ തന്നെ കാണേണ്ടത് കണ്ടു, കേൾക്കേണ്ടത് കേട്ടു. അതാണ് സുവിശേഷം. നമ്മൾ ഒരുത്തനെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്
ഇത് സുവിശേഷം പറയുന്നത് നമ്മുടെ സംഘടനയിൽ ചേർക്കാനോ ഇല്ലെങ്കിൽ നമ്മുടെ സഭയിലോ നമ്മുടെ കൂട്ടായ്മയിലേക്കോ ചേർക്കാനല്ല, അവനെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരും. ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്തത്. ഇപ്പൊ ഒരാൾ എൻ്റെ അടുത്ത് എൻ്റെ അടുത്തല്ല, ഒരാൾ സംസാരിച്ചതാണ്. ഇപ്പൊ ഒരു ചർച്ച്, ഒരു ചർച്ച്, ഇപ്പൊ ഇമ്മാനുവൽ പാസ്റ്റർ ചർച്ച്, സ്റ്റാൻലി പാസ്റ്റർ ചർച്ച്. സ്റ്റാൻലി പാസ്റ്റർ ചർച്ചിൽ ഇല്ലെങ്കിൽ ഇമ്മാനുവൽ പാസ്റ്റർ ചർച്ചിൽ വന്നൊരു വിടുതൽ ലഭിച്ച ഒരു വ്യക്തി എന്തുകൊണ്ട് സ്റ്റാൻലി പാസ്റ്റർ ചർച്ചിൽ പോയി സാക്ഷ്യം പറയുന്നില്ല? ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഈ രണ്ടിടത്ത് വിടുവിച്ചത് യേശു അല്ലേ? അതിന്റെ ഒരു ഭാഗമല്ലേ ഇമ്മാനുവൽ പാസ്റ്റർ ചർച്ചും സ്റ്റാൻലി പാസ്റ്റർ ചർച്ചും എന്ന് ഞാൻ അങ്ങനെ പറയുന്നത് തന്നെ എല്ലാം കർത്താവിന്റെ സഭയാണ്. ഞാൻ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു. അപ്പോ വിടുവിച്ചത് സഭയിൽ ഏത് കൂട്ടായ്മയിലാണെങ്കിൽ എല്ലാ കൂട്ടായ്മയിലും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഗലാത്യ സഭകളിൽ വായിച്ചിട്ടുണ്ട്, ഗലാത്യർക്ക് എഴുതിയ ലേഖനം എഫേസ്യ സഭകളിൽ വായിച്ചിട്ടുണ്ട്, മറ്റു സഭകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു വെളിപ്പാടിലേക്ക് എന്താണ് വരിക? കൂട്ടായ്മ വേണം. അത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി. കാര്യം ചിതറിപ്പോയി അവിടെ ഇവിടെ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത്രയും ചർച്ചകളുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? സഭ വളർന്നു, എണ്ണത്തിൽ പെരുകി, നാൾക്കുനാൾ അഭിവൃദ്ധി പ്രാപിച്ചു വന്നു. അപ്പൊ ഈ സമരിയാക്കാരി എന്ത് മനസ്സിലാക്കി? വഴി ഏതാന്ന് അവൾക്കറിയത്തില്ലായിരുന്നു. ഇടയൻ വന്നു, വഴി പറഞ്ഞു കൊടുത്തു, അവൾ രക്ഷയിലേക്ക് വന്നു. മൂന്നാമത് നമ്മൾ വായിക്കുമ്പോൾ ധൂർത്തപുത്രന്റെ ഉപമയാണ്. ഇത് രണ്ടിലും വ്യത്യസ്തമായിട്ട് ധൂർത്തപുത്രന്റെ ഉപമയിൽ പറയുന്നതുണ്ട്. മറ്റത് ഒരു സ്ത്രീക്ക് 10 നാണയങ്ങൾ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. പക്ഷെ ഇവിടെ പറയുന്നത് ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഈ 2 നമ്മൾക്കിത് അറിയാൻ, നമ്മൾ ബാല്യകാലം മുതലേ കേൾക്കുന്ന ഒരു കഥയാണ്. അതിനകത്ത് ഉണ്ടായിരുന്നു എന്താ? അവൻ എന്ത് ചെയ്തു? അവന്റെ സ്വത്തുകളൊക്കെ വാടിച്ച് പിതാവിൽ നിന്ന് സ്വത്തുകളൊക്കെ വാങ്ങി ദൂരദേശത്ത് പോയി പാപം ചെയ്തു, എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞു. അവന് ബോധമില്ലായിരുന്നു അല്ലേ? പക്ഷെ അവന് സുബോധം ഉണ്ടായപ്പോൾ അവൻ ഓർത്തു. പക്ഷെ ഇവിടെ ഒരു ഇതുണ്ട്. ഇവൻ അറിയാം ഞാൻ എവിടെയായിരുന്നു എന്നറിയാം, ഞാനിപ്പോൾ എവിടെ ആയിരിക്കുന്നു എന്നും അറിയാം, ഇനി ഞാൻ എവിടെ ആയിരിക്കണമെന്നും അറിയാം, അവിടെ പോകാനുള്ള വഴിയും അറിയാം. പിതാവ് വരത്തില്ല. കാര്യം ഇവനെല്ലാം അറിയാം. ഇവന് പോകേണ്ട വഴി അറിയാം, എവിടെ ആയിരുന്നു എന്നറിയാം, ഞാനിപ്പോൾ എവിടെ ആയിരിക്കുന്നു എന്നറിയാം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സഭകളെല്ലാം കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇത് ജനത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശുശ്രൂഷകളൊക്കെ തന്നെ. എന്താണ്? നീ എവിടെ ആയിരുന്നു, നീ ഇപ്പൊ എവിടെയാണ്, നീ ഇപ്പൊ എവിടെ ആയിരിക്കുന്നു, നീ എവിടെ ആയിരിക്കണം. ഇതാണ് ജീവിതകാലം നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ശുശ്രൂഷകളുടെ കാതലായ ഒരു സംഭവം അല്ലേ? അപ്പൊ ഈ ധൂർത്തപുത്രൻ പിതാവിന്റെ അടുക്കൽ ലഭിക്കുമ്പോൾ അവിടെയും വേറൊരു സംഭവമുണ്ട്, മൂത്തപുത്രനുണ്ട്. ശരിക്കും അത് ധൂർത്തപുത്രന്റെ ഉപമ എന്നല്ല, അത് സ്നേഹനിധിയായ ഒരു പിതാവിന്റെ ഉപമ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം ഈ പിതാവ് ദൂരെ നിന്ന് തന്നെ നമുക്ക് തന്നെ പലപ്പോഴും നമുക്ക് പലരെയും നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരെ പോലും ചില സമയങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് അല്ലേ? അവരുടെ വേഷങ്ങൾ മാറി, ഇവൻ പോയ പോലെ അല്ല അവൻ തിരിച്ചു വന്നിരിക്കുന്നത് അല്ലേ? അവന്റെ ഷേപ്പ് മാറി, ഇവന്റെ രൂപം മാറി, കോമളനായിരുന്ന ഇവന്റെ കോമളത്വം പോയി, താടി മീശകളൊക്കെ വളർന്നു, മുടിയൊക്കെ വളർന്നു, കീറിപ്പറഞ്ഞ വസ്ത്രം, ചെളിപുരണ്ട ശരീരം, ഇതിലൊക്കെ കാരണം ദൂരെ ആയിരുന്നപ്പോഴേ പിതാവ് ഇവനെ കണ്ടു. അതാണ് സ്നേഹം. ഇവനെ കൊണ്ടുവന്ന് ഇവന് മോതിരം അണിയിപ്പിച്ചു, ചെരുപ്പണിയിപ്പിച്ചു, കാളക്കുട്ടിയെ ഇവന് വേണ്ടി അറുത്തു. മൂത്തപുത്രൻ വയലിൽ നിന്ന് പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവൻ ചോദിക്കുന്നു, ഇവൻ എന്താ ആളുകൾ, ഇവൻ കാര്യങ്ങൾ പറയുന്നു. ഇവൻ കോപിക്കുകയാണ്. ഇവൻ ദേഷ്യപ്പെട്ടാണ്. എനിക്ക് വേണ്ടി നീ ഇത്രയും കാലം ഞാൻ നിന്റെ കൂടെ ആയിരുന്നല്ലോ, എനിക്ക് വേണ്ടി നീ എന്താ ചെയ്തത്? എൻ്റെ കൂട്ടുകാരുമായി സന്തോഷിക്കാൻ എനിക്ക് ഒരു കുഞ്ഞാടിനെ അല്ലെങ്കിൽ ഒരു ഇതിനെ അറുത്തോ, അത് ചെയ്തോ എന്ന് ചോദിക്കുന്നു. അപ്പൊ പിതാവ് പറയുന്നത് എന്താ? ഇതെല്ലാം നിനക്കുള്ളതാണ്. പക്ഷെ എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, എനിക്ക് ലഭിച്ചിരിക്കുന്നു. പക്ഷെ ഇവനും ഇതേപോലത്തെ മനുഷ്യന് ഇവന് ധൈര്യമില്ലായിരുന്നു ഇത് ചെയ്യാൻ അല്ലേ? മൂത്തപുത്രന് ധൈര്യമില്ലായിരുന്നു, പക്ഷെ ഇളയപുത്രൻ ആ ധൈര്യം കാണിച്ചു. അത് നല്ലതെന്നല്ല പറയുന്നത്, പക്ഷെ ഇവനും അതേ ഹൃദയം കൊണ്ട് ആ അവസ്ഥയിലാണ്.
പക്ഷെ ഇരുവരെയും സ്നേഹിക്കുന്ന ഒരു മനസ്സ് ഈ പിതാവിനുണ്ടായിരുന്നു. ധൂർത്തപുത്രനെയും മൂത്തപുത്രനെയും ചേർത്തു പിടിക്കുന്ന, അതാണ് പിതൃസ്നേഹം. അതാണ് ദൈവം പറഞ്ഞ എല്ലാവരെയും അവനിൽ ഒന്നാക്കി ഒരു ഏക ശരീരമാക്കി സഭയാകുന്ന ആ ശരീരത്തിന്റെ ശിരസായി കർത്താവ് മാറി. ആ ദൈവസ്നേഹത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചത്, അല്ലേ? ഹവ്വ, പിന്നെ നമ്മൾ വായിച്ചിട്ടുണ്ടോ, ഈ ഹവ്വ പഴം ഭക്ഷിച്ചു, അവൻ പറഞ്ഞിട്ട് അവള് ആത്മീയമായിട്ട് മരിച്ചു, അല്ലേ? ആത്മീയമായിട്ട് മരിച്ചു. ആദം വന്നപ്പോൾ ഹവ്വ പഴം ഭക്ഷിച്ചു, ആ പഴം കൊണ്ടുവന്നിരിക്കുക. ആദത്തിന് അറിയത്തില്ലേ ഇവക്കെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്? നമ്മൾ ശരീരത്തിൽ ജീവനുള്ള ഒരു മനുഷ്യനറിയാം, ശരീരത്തിൽ ജീവനുള്ള ഒരു മരിച്ച ഒരാളെ കണ്ടറിയാം. നമുക്ക് കണ്ടെടുത്തത് ആൾ മരിച്ചിരിക്കാന്ന് അറിയത്തില്ലേ, അല്ലേ? അപ്പൊ അഥവാ സംശയമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഇതേപോലെ ആത്മാവിൽ മരിച്ച ഹവ്വയെ ആദം നോക്കിയപ്പോൾ ഇവൾ പഴം ഭക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇവൾ പറഞ്ഞു ഇവൾ ഭക്ഷിച്ചിട്ടാണ് അവന് കൊടുക്കുന്നത്. അപ്പൊ ആദത്തിനറിയാം ഇവൾ ഭക്ഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇവൾ ആത്മാവിൽ മരിച്ചിരിക്കുകയാണ്, ഇത് ഭക്ഷിച്ചാൽ ഞാനും മരിക്കുമെന്ന് അറിഞ്ഞൂടെ? പിന്നെ എന്തുകൊണ്ട് ആദം ഈ പഴം വാങ്ങി ഭക്ഷിച്ചു? പറയാം, ആർക്കെങ്കിലും പറയാമോ? പറയാമോ? തിരിച്ചു ചിന്തിക്കുക, അപ്പൊ മനസ്സിലാകും. ഇത് ആദം ഭക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആദം ഭക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഹവ്വ നശിച്ചു പോകും. ദൈവം മറ്റൊരു വാരിയെടുത്ത് മറ്റൊരു ഹവ്വയെ സൃഷ്ടിച്ച് മനുഷ്യന് കൊടുക്കും. പക്ഷെ ഹവ്വ എന്നേക്കുമായി നശിച്ചു പോകും. അവിടെ ഒരു ഓപ്ഷൻ ഇല്ല വീണ്ടെടുപ്പിന്. അതാണ് ക്രിസ്തു നമുക്ക് വരുന്ന സ്നേഹം. ക്രിസ്തു പറഞ്ഞിരിക്കുന്ന എഫേസ്യ ലേഖനം 5-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറഞ്ഞ അതുനിമിത്തം പുരുഷൻ അപ്പനമ്മമാരെ വിട്ട് സ്ത്രീയോട് പറ്റിച്ചേരും, അവർ ഒരു ഏക ശരീരമായി തീരും. 25-ാം വാക്യത്തിൽ പറഞ്ഞ് ക്രിസ്തു സഭയെ സ്നേഹിച്ച്, ഇത് ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധത്തിലത്രേ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ക്രിസ്തു സഭയെ എങ്ങനെയാണ് സ്നേഹിച്ചത്? ക്രിസ്തു സഭയെ എങ്ങനെയാണ് സ്നേഹിച്ചത്? തന്റെ ജീവനെ കൊടുത്തു. പൂർണ്ണമായ അവസാനത്തുള്ളി രക്തം വരെ ചിന്തി, ഇനി ഒന്നും ശേഷിക്കാത്ത രീതി പൂർണ്ണമായി അവൻ ദൈവം പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി തീർത്തു. പാപിയല്ല, യേശു പാപിയല്ല. അവൻ പാപം ചെയ്തിട്ടില്ല, പാപം ചിന്തിച്ചിട്ടില്ല, പാപം പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ അവനെ പാപമാക്കി തീർത്തു. അത് ഒറ്റ നിമിഷം, ആ ഒറ്റ നിമിഷമാണ് യേശുവിന് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത. അതുകൊണ്ടാണ് പിതാവേ അങ്ങനെ കൈവിട്ടതെന്ന്. കാര്യം അശുദ്ധിയും വിശുദ്ധിയും തമ്മിൽ ഒരിക്കലും ചേരില്ല. പരമപരിശുദ്ധനായ ദൈവത്തിന് അശുദ്ധിയിലേക്ക്, അതുകൊണ്ടാണ് യിരെമ്യാ പ്രവചനത്തിൽ 33-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞ കണക്ക് കേൾക്കാനാവാത്ത വിധം എന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല, രക്ഷിക്കാനാവാത്ത വിധം എന്റെ കരം കുറുകിപ്പോയിട്ടുമില്ല. നിന്റെ പാപം എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. വരൂ നമുക്ക് രമ്യതപ്പെടാം. ഏറ്റവും സിമ്പിളായി, ഏറ്റവും ഈ നിർണായകമായ നിമിഷങ്ങൾ ഏറ്റവും ലളിതമായ മാർഗമാണ് അവനൊന്ന് വിശ്വസിച്ചാൽ. അത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ മാത്രം. അത്രയും സിമ്പിളായിട്ടുള്ള ഇത് ചെയ്യാൻ ദൈവം കൊടുത്ത വിലയോ, തൻ്റെ വില കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത് സൗജന്യമായി തരുന്നത്. അത് വിലയില്ലാത്തതുകൊണ്ടല്ല, വിലയേറിയത് കൊണ്ടാണ്. മാത്രമല്ല അതിന് ഒരുവൻ വില കൊടുത്തത് കൊണ്ടാണ്, അല്ലേ? ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട് മുമ്പ്. അതിപ്രകാരമാണ്. ഒരു മനുഷ്യൻ ഒരു ചെറിയ കളിവഞ്ചി ഉണ്ടാക്കി. ഈ കളിവഞ്ചിയിലേറി പുഴയിൽ പോയി ദിവസവും തുഴഞ്ഞ് സന്തോഷിച്ച് വരുന്ന ഒരു ശീലം ഈ മനുഷ്യനുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു കാറ്റിൽ പെട്ട് വഞ്ചി മറിഞ്ഞു. ഇദ്ദേഹം എങ്ങനെയോ രക്ഷപ്പെട്ട് കരയ്ക്ക് വന്നു. പക്ഷെ ഈ വഞ്ചി ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അന്ന് മുതൽ ഈ മനുഷ്യൻ വഞ്ചിയെ തേടി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. പക്ഷെ ഒരിടത്തും കണ്ടില്ല. ഈ മനുഷ്യൻ അന്വേഷിച്ച് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക. അങ്ങനെ ഒരിക്കൽ ഇദ്ദേഹം ചന്തയിൽ പോയപ്പോൾ ഇതേ വഞ്ചി ഒരാൾ നല്ല വൃത്തിയാക്കി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കും. ഇദ്ദേഹം നിർമ്മിച്ച വഞ്ചിയാണല്ലോ. ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഇദ്ദേഹം മനസ്സിലായി
ഈ വഞ്ചി ഇദ്ദേഹം പോയി ചോദിച്ചു, വലിയൊരു വില പറഞ്ഞു, കൊടുക്കാൻ പറ്റാത്ത വലിയൊരു വില. ഈ മനുഷ്യൻ പറഞ്ഞു, നിൽക്ക്, ഞാൻ ഈ വില കൊണ്ടുവരാം. ഇദ്ദേഹം വന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ പണം കൊടുത്ത് ഈ വഞ്ചി വാങ്ങിച്ചു. ഈ വഞ്ചി കൊണ്ട് പുഴക്കരയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇദ്ദേഹം ഈ വഞ്ചി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, വഞ്ചി അല്ല പ്രിയപ്പെട്ട വഞ്ചി, നീ 2 തരത്തിൽ നീ എനിക്ക് സ്വന്തം. ഒന്ന്, ഞാൻ നിന്നെ നിർമ്മിച്ചു, അതുകൊണ്ട് നീ എൻ്റെ സ്വന്തം. 2, ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. കർത്താവ് ദൈവം നമ്മളെ സൃഷ്ടിച്ചു, ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങി. നമ്മൾ വിൽപ്പനയ്ക്കായി പിശാച് നമ്മുടെ അഭിമാനത്തിനെതിരെ, നമ്മുടെ വിദ്യാഭ്യാസത്തിനെതിരെ, നമ്മുടെ സ്വഭാവത്തിനെതിരെ എല്ലാം അപവാദം പറഞ്ഞ് വിൽപ്പനയ്ക്ക്, മറ്റുള്ളവരുടെ മുമ്പിൽ വിൽപ്പനയ്ക്ക് പരസ്യ കോലമാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടുന്നെല്ലാം അവന്റെ കരങ്ങളിൽ നിന്ന് തൻ്റെ ജീവനെ കൊടുത്ത്, അവസാന തുള്ളി രക്തം വരെ കൊടുത്ത് വീണ്ടെടുത്ത് കർത്താവ് നമ്മളെ നേടി. അല്ലേ? ഒരിക്കൽ അബ്രഹാമിനോട് ദൈവം ചോദിച്ചു, നിന്റെ ഏകജാതനായ പുത്രനെ നീ എനിക്ക് തരിക. നമ്മൾ അബ്രഹാമിന്റെ കഥ വായിക്കുമ്പോൾ നമുക്കറിയാം, 16-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിന് 86 വയസ്സ്. അല്ലേ പാസ്റ്റർ? 86 വയസ്സ്. 17-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിന് 99 വയസ്സ്. 13 വർഷം അവിടുന്ന് കടന്നുപോയി. അതിനു മുമ്പ് അബ്രഹാമിന്റെ വീട്ടിൽ ബീഫ് കറി ഉണ്ടാക്കുന്നവരെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ദൈവം. അല്ലേ? കാളയെ മുറിച്ച് കറി ഉണ്ടാക്കി കൊടുത്തും അപ്പം ഉണ്ടാക്കിയതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ 13 വർഷത്തെ ചരിത്രം ബൈബിളിൽ നിന്ന് ദൈവം മാറ്റി. എന്തുകൊണ്ട് മാറ്റി? ഈ അബ്രഹാം ഇസ്മായിലിനെ കിട്ടിയ സന്തോഷത്തിൽ ഇസ്മായിലിന്റെ കൂടെയായിരുന്നു. ദൈവത്തെ മറന്നു, സത്യം പറഞ്ഞു. പക്ഷെ അത് ദൈവജനം അറിയണ്ട എന്ന് ദൈവം തീരുമാനിച്ചു. അവന്റെ ഇതിനകത്ത് പോയില്ല. അവൻ അതിനെ കുറിച്ച് വേണ്ടല്ലോ. വീണ്ടും അബ്രഹാമിനെ തിരിച്ചു കൊണ്ടുവന്ന് അതിൽ നിന്ന് വിടുവിച്ച് വീണ്ടും അവനെ സന്ദർശിച്ചു വാഗ്ദത്തങ്ങൾ പുതുക്കി നൽകി 1 വർഷത്തിന് ശേഷം അവന് വാഗ്ദത്ത സന്തതി ലഭിച്ചു. വാഗ്ദത്ത സന്തതി ലഭിച്ചു. കുറച്ച് തന്നപ്പോൾ ഇത് പഴയതുപോലെ അബ്രഹാം പോകുന്നുണ്ടോ എന്ന് ദൈവത്തിന് തോന്നി. ഇവൻ എന്നെക്കാൾ ഉപരി ഇസഹാക്കിനെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം അവനോട് ചോദിച്ചു, നിന്റെ ഏകജാതനെ എനിക്ക് തരിക. ഒരു മടിയും കാണിച്ചില്ല. അബ്രഹാം അത് കൊടുക്കാൻ സമ്മതിച്ചു. അവൻ ആത്മാവിൽ മാനസികമായിട്ടൊന്ന് കൊടുക്കുക തന്നെ ചെയ്തു. അല്ലെ? കൊടുത്തു എന്നാണ് ആ പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ നമ്മൾ എഴുതുന്നത്. അവൻ കൊടുത്തു. പകരം ദൈവം എന്താ അവന് കൊടുത്തത്? ദൈവം അബ്രഹാമിന് തൻ്റെ മകനെ തന്നെ കൊടുത്തു. പുതിയ നിയമ പുസ്തകം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ അബ്രഹാത്തിന്റെ പുത്രനായ യേശുവിന്റെ വംശാവലിയിൽ. അതാണ് ദൈവസ്നേഹം. ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മൾ അത്രത്തോളം ആഴമായി സ്നേഹിച്ച ഒരു യേശുവിനെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത്. നമ്മൾ അത്രത്തോളം എല്ലാം നമുക്ക് വേണ്ടി നൽകി. തൻ്റെ ജീവനെ നൽകി, ആത്മാവിനെ നൽകി, വചനം നൽകി, എല്ലാം പൂർണ്ണമായി നൽകി ആ രക്ഷയിലേക്ക് വരുവാൻ. പക്ഷെ നമ്മൾ രക്ഷ അനുഭവിച്ചിട്ട് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ സ്വന്തക്കാർ, അങ്ങനെയുള്ളവർക്ക് ഈ രക്ഷ അനുഭവിക്കണ്ടേ? ഞാൻ ഒരു വീട്ടിൽ ഒരു ദിവസം ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ രാത്രി ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുക. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ തൻ്റെ കിടക്കയുടെ അവിടെ ഒരു പാമ്പ്. ഇത് ഓടി ഇറങ്ങി കതകോടെ തുറന്നില്ല. രക്ഷപ്പെട്ടോ, പുറത്തു വന്ന് രക്ഷപ്പെട്ടെന്ന് പറയുമോ? പറയാൻ പറ്റുമോ അദ്ദേഹത്തിന്? ഇല്ല. കാരണം എന്താ? തൻ്റെ പ്രിയപ്പെട്ടവരവിടെ ഉണ്ട്. അവർക്കറിയില്ല ഈ പാമ്പ് വീട്ടിനകത്തുള്ള കാര്യം. അപകടം സംഭവിക്കാം. ഇതേ മനോഭാവമല്ലേ നമുക്ക് വരേണ്ടത്. നമ്മൾ രക്ഷ അനുഭവിച്ചെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ചാർച്ചക്കാർ, രക്ഷ അനുഭവിക്കാത്ത പലരും രക്ഷ എന്തെന്നറിയാതെ വേദനിക്കുന്നവരുണ്ട്. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞ് നഷ്ടപ്പെട്ട സ്ഥലത്ത് ഈ താണലോകത്ത് ഇറങ്ങി വന്നത്. ശുശ്രൂഷയുടെ സമയത്ത് പോലും ഈ കരുതല് നമുക്ക് കാണാൻ സാധിക്കും. പൗലോസിന്റെ കൂടെ ശുശ്രൂഷ ചെയ്യാൻ പോയ മർക്കോസ് ഒരിക്കൽ വിചാരിച്ച് പൗലോസിന്റെ തീക്ഷ്ണത, പൗലോസിന്റെ ശുശ്രൂഷയുടെ ആ പവർ, ആ ശക്തി, പൗലോസ് പ്രസംഗിക്കുമ്പോൾ ആ ലോകത്ത് വന്ന മാറ്റങ്ങൾ എഫേസൂസ് പട്ടണത്തിൽ പോകുമ്പോൾ വായിച്ചിട്ടുണ്ട്. സ്റ്റാൻലി പാസ്റ്ററും എമാൻ പാസ്റ്ററും ഒക്കെ
യേശുദാസച്ചാനൊക്കെ അറിയാം, നിങ്ങൾ പലർക്കും അറിയാം ആ പട്ടണത്തിന്റെ അവസ്ഥ എന്തായിരുന്നു. അർത്തേമിയോസ് ദേവിയുടെ നഗ്ന പ്രതിമ വഹിക്കുന്ന ഒരു ക്ഷേത്രം, അവിടെ ലൈംഗികത മ്ലേച്ഛത കൊണ്ട് അത് ആരാധനയായി കരുതുന്ന ഒരു ജനം, ആ സ്ഥലത്തിന്റെ പവിത്രതയും സാംസ്കാരികതയ്ക്ക് മലിനമാക്കിക്കൊണ്ട് അത്രയും മ്ലേച്ഛമായ പ്രവർത്തനം നടക്കുന്ന സ്ഥലം, അവിടേക്ക് പൗലോസ് അപ്പോസ്തലൻ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ അതിന്റെ കൾച്ചർ മാറും. അത് പിന്നീട് ആസിയുടെ വിളക്കെന്നറിയപ്പെടുവാൻ തുടങ്ങി. ആ കൾച്ചർ മാറി. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലേക്ക് ഇറങ്ങിയപ്പോൾ, ഗലാത്യ ദേശത്ത് ഇറങ്ങിയപ്പോൾ, എവിടെയെല്ലാം പോയിട്ടുണ്ടോ അതിന്റെ കൾച്ചർ മാറ്റാൻ പറ്റും. മർക്കോസ് നോക്കിയപ്പോൾ തന്നെ കൊണ്ട് പറ്റുന്ന, ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് യോഗ്യനല്ല എന്ന് മടങ്ങി പിൻവാങ്ങിപ്പോയി. മറ്റൊരു കാരണം ബർമാസുമായിട്ട് വരുമ്പോഴത്തെ മർക്കോസിനെ കൂട്ടാൻ പൗലോസ് വിസമ്മതിച്ചു. കാര്യം ശുശ്രൂഷയിൽ നിന്ന് മടങ്ങിപ്പോയതിനെ നമ്മളെ കൂട്ടത്തിൽ എങ്ങനെ ചേർക്കുമെന്ന്. അങ്ങനെ മർക്കോസിന് പോകാൻ പറ്റിയില്ല. പിന്നീട് ഒരിക്കൽ ഈ മർക്കോസ് പത്രോസ് അപ്പോസ്തലന്റെ അടുത്ത് പറഞ്ഞ് കരയാണ്, എനിക്ക് ശുശ്രൂഷ വേണം. ഇപ്പൊ പത്രോസ് അപ്പോസ്തലൻ മർക്കോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, സമാധാനിക്കുമായനെ കുഞ്ഞെ, സമാധാനിക്കും. നീ ശുശ്രൂഷ ഉപേക്ഷിച്ചു പോയവനാ, ഞാൻ കർത്താവിനെ ഉപേക്ഷിച്ചു പോയവനാ. എന്നെ കർത്താവ് മാറോട് ചേർത്തു, നിന്നെയും ചേർക്കും. പിന്നീട് പൗലോസ് തന്നെ മർക്കോസിനെ വിളിച്ചിട്ട് സുവിശേഷത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ വായിക്കാൻ പറ്റുന്നു. അതാണ് കരുതൽ. അതാണ് ആ സ്നേഹം പത്രോസിന് എവിടുന്ന് കിട്ടി? ആ സ്നേഹം പത്രോസിന് എവിടുന്ന് കിട്ടി? യേശുവിൽ നിന്ന് കിട്ടിയ സ്നേഹം. ആ സ്നേഹം നമ്മളിൽ വരുമ്പോൾ, ആ ദൈവ സ്നേഹത്തിന്റെ വ്യാപ്തിയും ശക്തിയും നമ്മിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മൾ അവന്റെ സ്വഭാവത്തോട് അനുരൂപമുള്ളവരായിത്തീരും. നമ്മെ തേടി, നമ്മെ ഓരോരുത്തരെയും തേടി, നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നമ്മളെ ഒരുവൻ യേശു തേടി വന്നത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുവാൻ നമുക്ക് എന്ത് യോഗ്യതയുള്ളത്? അവന്റെ നാമത്തെ വഹിക്കുവാൻ, അവന്റെ വചനത്തെ വഹിക്കുവാൻ, അവന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ, അവന്റെ കൃപയെക്കുറിച്ച് പറയുവാൻ, അവന്റെ രക്ഷയെക്കുറിച്ച് പറയുവാൻ, അവൻ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ വലിയ ഭാഗ്യത്തെക്കുറിച്ച് പറയുവാൻ നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അവനിലൂടെ മാത്രം. അതാണ് പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞത്, നിനക്ക് എൻ്റെ കൃപ മതി. ലോകത്തിൽ എന്ത് പ്രതികൂലങ്ങൾ ഉണ്ടാകട്ടെ, എന്ത് പ്രതിസന്ധികൾ ഉണ്ടാകട്ടെ, പക്ഷെ യേശുവിന്റെ നാമത്തെ വഹിക്കുന്നവന് ഒരു പരാജയം സംഭവിക്കില്ല. മർക്കോസിനെ അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മുടെ വിശ്വാസ ലോകത്തിന് നല്ലൊരു സുവിശേഷം കിട്ടി. ആദ്യമായി സുവിശേഷം എഴുതിയത് മർക്കോസാണ്. മർക്കോസിന്റെ സുവിശേഷം എന്നുള്ള 250 വാക്യങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിലും ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. അതുകൊണ്ട് ഈ 3 സുവിശേഷങ്ങളെയും സമവീക്ഷണ സുവിശേഷങ്ങൾ അല്ലെങ്കിൽ സമാന്തര സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പൊ അത്രത്തോളം മഹത്തരമായ ഒരു 16 അധ്യായങ്ങളിൽ എത്ര മധുരമായിട്ടാണ് മർക്കോസ് ആ സുവിശേഷങ്ങളിൽ ആ വാക്യങ്ങൾ എഴുതി, ആ സുവിശേഷം എഴുതി ആ വിശ്വാസ ലോകത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. അത് വലിയൊരു നേട്ടമാണ്. അപ്പോൾ ദൈവം നമ്മളെ ഈ വചനത്താൽ നിറയ്ക്കുകയും ആ വചനത്തിന്റെ ശക്തിയാൽ നടത്തുകയും പരിശുദ്ധാത്മാന്റെ അഭിഷേകത്താൽ നടത്തുകയും ചെയ്യട്ടെ. മറ്റുള്ളവരിലേക്ക് നമ്മുടെ രക്ഷയെക്കുറിച്ച് പറയുവാൻ, നമ്മൾ അനുഭവിച്ച സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ, നമ്മൾ അനുഭവിക്കുന്ന സമാധാനത്തെക്കുറിച്ച് പറയുവാൻ, അവരെയും നമ്മുടെ ഇടയിൽ നമ്മളുടെ ഒരുവരായി കർത്താവിന് ഒരുമിച്ച് അവരോടൊപ്പം ചേർന്ന് ഒരിക്കൽ നമ്മളെ ഉപേക്ഷിച്ചവരായിരിക്കാം, ഒരിക്കൽ നമ്മളെ വേദനിപ്പിച്ചവരായിരിക്കാം, ഒരിക്കൽ നമ്മളെ പുച്ഛിച്ചവരായിരിക്കാം, ഒരിക്കൽ നമ്മളെ വിലമതിക്കാത്തവരായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, സുവിശേഷം കേൾക്കുവാനുള്ള അവകാശം അവർക്കുണ്ട്. പറയാനുള്ള നിർബന്ധം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നു. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ കണക്ക് അസ്ഥികൾക്കുള്ളിൽ അഗ്നി അടച്ചിട്ടതുപോലെ എനിക്കൊരു നിർബന്ധം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സുവിശേഷം പറയുന്നില്ലെങ്കിൽ എനിക്ക് നഷ്ടം. ആ നിർബന്ധം എൻ്റെ മേൽ കിടക്കരുത്. ആ സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ മറ്റുള്ളവരോടുള്ള കരുതലും, മറ്റുള്ളവരോട് കരുണയോടും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒന്നുമില്ലെങ്കിൽ, നമ്മൾ 100 വട്ടം സുവിശേഷം പറഞ്ഞു. ഞാൻ ഒരു അങ്കിളിന്, എൻ്റെ സ്വന്തത്തിലുള്ള ഒരു അങ്കിളിനോട് 3 ദിവസം ബൈബിൾ എടുത്തുകൊണ്ട് പോയി പാസ്റ്റേ സുവിശേഷം പറഞ്ഞു. 3 ദിവസം രാത്രി ഫുൾ ടൈം സമയം കിട്ടുമ്പോഴെല്ലാം വചനത്തിൽ നിന്ന് ഇതിങ്ങനെയാണ്, മതം ഇങ്ങനെയാണ് പറയുന്നത്, വചനം ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാം പറഞ്ഞു. 3-ാമത്തെ ദിവസം സഹികെട്ട്, എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് കേട്ടോണ്ടിരുന്നു. സഹികെട്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി യേശു ക്രിസ്തു ഇറങ്ങി വന്ന് പറഞ്ഞാലും മോനെ എനിക്കിത് വേണ്ട, എനിക്ക് ഈ സഭ പറയുന്ന ഇത് മതി. എടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പൊ ഞാൻ വന്ന് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ സംഭവം. അപ്പൊ വൈഫ് നിസ്സാരമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, 3 ദിവസം പോയിട്ടിട്ടാണ് ഇത്ര
വിഷമം. നോഹാൻ ഈ 120 വർഷം പറഞ്ഞിട്ട് ഒരുവൻ രക്ഷപ്പെട്ടില്ല അല്ലേ? ഈ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ പെട്ടകം ഉണ്ടാക്കിയ പോലും രക്ഷപ്പെട്ടില്ല, രക്ഷപ്പെട്ടില്ല. കാര്യം പിന്നീട് അങ്ങോട്ട് നോഹയ്ക്ക് തുറക്കാനും പറ്റിയില്ല, ദൈവം അടച്ചത്. ദൈവം അടച്ചോണ്ട് പിന്നെ കയറ്റാനും പറ്റുന്നില്ല, ഒരുത്തിനോട് കരുണ കാണിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾക്ക് പറഞ്ഞു, നമ്മൾ കേട്ട് നമ്മൾ വിശ്വസിച്ചത് നമുക്കത് ഭാഗ്യമായിട്ട് മാറും. അതുപോലെ മറ്റുള്ളവരും അവന് കേൾക്കാനുള്ള ഇതുണ്ട്. നാളെ ഒരു കാലത്ത് പറയും, ബില്ലി ഗ്രഹാം ഒരിക്കൽ ഇതും കൂടെ പറഞ്ഞു നിൽക്കാം. ബില്ലി ഗ്രഹാം ഒരിക്കൽ ശുശ്രൂഷ കഴിഞ്ഞ് തൻ്റെ റൂമിലേക്ക് വന്നു. ഒരു 12:30-1 മണിയാകും. ആ സമയത്ത് പുള്ളി ഒന്ന് കിടന്നതേ ഉള്ളൂ. പരിശുദ്ധാത്മ പറഞ്ഞു, എതിർ വീട്ടിലുള്ള പോയി അവിടെ ഒരു ചെറുപ്പക്കാരൻ അവനോട് സുവിശേഷം പറയാൻ പറഞ്ഞു. അപ്പോൾ ബില്ലി ഗ്രഹാം അവൻ കിടക്കയില്ലേ, നീ രാവിലെ പോത്തുള്ളൂ, ഞാൻ ക്ഷീണിതനാണ്, ശുശ്രൂഷ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. പരിശുദ്ധ ദൈവമേ, ഞാൻ രാവിലെ വെളുപ്പിന് തന്നെ പോയി പറഞ്ഞേക്കാമോ? 2-3 പ്രാവശ്യം ഈ പരിശുദ്ധാത്മാവ് ഇത് ആവർത്തിച്ചു. പക്ഷെ ഇയാൾ ക്ഷീണം കൊണ്ട് ഉറങ്ങി. ഇയാൾ 4:30-5 മണിക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റ് അവിടെ പോയി സുവിശേഷം പറയാൻ പോയപ്പോൾ ഈ മനുഷ്യൻ അവിടെ തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുക. സ്തോത്രം. ഈ മനുഷ്യൻ നടന്ന സംഭവമാണ്. ബില്ലി ഗ്രഹാം വിലപിച്ചുകൊണ്ട് ഇവന്റെ മരണത്തിന്, ഇവന്റെ ജീവന് ഞാനാണ് ഉത്തരവാദി എന്ന് വിലപിക്കുന്നത്. ഇതാണ് ഓരോ സുവിശേഷകന്റെ ഇത്. നമുക്ക് സമയമില്ല, നമുക്ക് സ്ഥലബോധമില്ല. എപ്പോൾ ദൈവം ഇടപെടുന്നോ, എപ്പോൾ പരിശുദ്ധാത്മ ഇടപെടുന്നോ, ഒരുവനെ ചിലപ്പോൾ അവനോട് സംസാരിക്കാൻ പോലും നമുക്ക് പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ അവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. രക്ഷയെക്കുറിച്ച് അവനോട് പറയാൻ ദൈവം വചനങ്ങളാൽ നമ്മളെ ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും നേരം ദൈവത്തിന്റെ വചനമായി നിൽക്കുവാൻ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു, നമുക്ക് ഇനിയൊരിക്കൽ ഞാൻ പറയാം. അതിനുള്ള ദൈവം ഒരുക്കട്ടെ. ഇത്രയും നേരം സംസാരിക്കുവാൻ എനിക്ക് അവസരം തന്ന എമ്മാൻ പാസ്റ്ററിനോട് ഉള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. എമ്മാൻ പാസ്റ്ററിനെ ഞാൻ കുറേ കാലമായിട്ട് പാസ്റ്റർ നേരിട്ട് കാണണമെന്ന് ജ്യേഷ്ഠൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പാസ്റ്ററെ കുറിച്ച്. ഇങ്ങനെ പാസ്റ്ററിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്, പാസ്റ്ററിന് ഒരു റേഡിയോ നാടകം കേട്ടിട്ടുണ്ട്. അത് ഞാൻ ചാലക്കുടി വെച്ച് കേട്ടതാണ്. ചാലക്കുടി ഒരു വണ്ടിയിൽ ഞങ്ങൾ വേറെ അടുത്ത് ഒരു ക്യാമ്പിന് വേണ്ടി പോയി കിട്ടുമ്പോൾ വണ്ടിയിൽ ഇട്ടിരുന്നു. അപ്പോൾ ഇത് ആരാന്ന് എഴുതുന്നത്, ഇത് കൊല്ലത്തെ ഇമ്മാനുവൽ പാസ്റ്റർ എന്നാണ്. ഞാൻ പറഞ്ഞ ജ്യേഷ്ഠൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇമ്മാനുവൽ പാസ്റ്റർ വീട്ടിൽ വെച്ചാണ് FICPയുടെ പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റാൻലി പാസ്റ്റർ എന്ത് വില കൊടുത്ത് ഞാൻ വരും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴാണ് ഇമ്മാനുവൽ പാസ്റ്ററെ കാണാൻ പറ്റി, പരിചയപ്പെടാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു നിമിഷങ്ങളിൽ ഒന്നായി ഞാൻ അതിനെ കണക്കാക്കുകയാണ്. സ്നോഹം ഇത്ര നേരം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമായി നിൽക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തിയതിനായി ശക്തിപ്പെടുത്തും പറയുന്നു. ഞാൻ സ്റ്റാൻലി പാസ്റ്ററിനോടൊപ്പം വന്നാണ്. ഇരുവരോടുള്ള നന്ദിയും അറിയിച്ച് ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്.